ലേബർ മന്ത്രിയും ലേബർ ഉദ്യോഗസ്ഥന്മാരും ഒരു സ്വതന്ത്രമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരായിട്ടിരുന്നു കൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു പ്രവണതയാണ് ഇന്ന് ഈ നേമം നിയോജക മണ്ഡലത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും കാണാനുള്ള കണ്ണ് കേരളത്തിലെ സിഇഒയ്ക്ക് ഇല്ലേ എന്നാണ് BJP ചോദിക്കുന്നത്. ഇവിടുത്തെ സിഇഒയുടെ അസിസ്റ്റൻ്റായിട്ട് നിയമിച്ചിരിക്കുന്ന അഡീഷണൽ സിഇഒ ജെറോമിക് ജോർജ് ഉണ്ട്. അഡീഷണൽ സിഇഒ ആയിട്ടുള്ള ജെറോമിക് ജോർജ് ആ സ്ഥാനത്തിരുന്നു കൊണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയ ചില ഉദ്യോഗസ്ഥന്മാരെ മാറ്റിയതുമായി ബന്ധപ്പെട്ട വിവാദം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ എല്ലാവരും വിവാദമുണ്ടാക്കുന്ന നേതാക്കന്മാർ, വിവാദമുണ്ടാക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, ഇലക്ഷൻ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ, സ്വജന പക്ഷപാതം കാണിക്കുന്ന ആൾക്കാർ, രാഷ്ട്രീയ താല്പര്യമുള്ള ആൾക്കാർ, മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ കീഴിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വലിയ നിര, 100-ൽ പരം ഉദ്യോഗസ്ഥന്മാരുടെ നിര, ഇതൊക്കെ വച്ചിട്ട് നേമം നിയോജക മണ്ഡലത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ മുഴുവനായി ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയാണ് CPM-ഉം ഇലക്ഷൻ കമ്മീഷനിലെ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ BJP NDA കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകി കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാന സിഇഒയ്ക്ക് പരാതി നൽകിയിട്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാരും സർക്കാരും തമ്മിൽ ഒരു ഡീലാണ് നടക്കുന്നത്. കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷൻ സംവിധാനം ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ B ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത് അങ്ങേയറ്റം അപകടകരമാണ്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രേരിതമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ ഈ ഇലക്ഷൻ സംവിധാനത്തിൽ നിന്ന് മാറ്റാൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഇടപെടണമെന്നാണ് BJP ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഇവിടെ ശിവൻകുട്ടി മത്സരിക്കുന്ന നേമത്ത് സർക്കാർ വാഹനങ്ങളാണ് ശിവൻകുട്ടിയുടെ തെരഞ്ഞെടുപ്പിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ശിവൻകുട്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും മുൻ പാർലമെന്റ് സ്ഥാനാർത്ഥിയുമായിരുന്ന ശ്രീ രാമചന്ദ്രൻ നായർ ഇന്നും സഞ്ചരിക്കുന്നത് ആ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം രാജിവെക്കാതെ സർക്കാർ വാഹനങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് രാമചന്ദ്രൻ നായർ ഈ മണ്ഡലത്തിൽ CPM-ന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ നേമം നിയോജക മണ്ഡലത്തിൽ ശിവൻകുട്ടി ഇറക്കിയ അഭ്യർത്ഥന, മന്ത്രി എന്ന നിലയിലുള്ള ഔദ്യോഗിക ലെറ്റർ പേഡിൽ നേമം നിയോജക മണ്ഡലത്തിൽ ശിവൻകുട്ടി അഭ്യർത്ഥന ഇറക്കി. ഇതിനെതിരെയും ഇലക്ഷൻ കമ്മീഷന് ഞങ്ങൾ പരാതി കൊടുത്തു. ഇതിലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഇലക്ഷൻ കമ്മീഷൻ, കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഇവിടുത്തെ CPM-ന്റെ B ടീമായിട്ട് പ്രവർത്തിക്കുന്ന പണി അവസാനിപ്പിക്കണം. ശിവൻകുട്ടിയുടെ ശിങ്കടികളെ ശിവൻകുട്ടി മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഇലക്ഷൻ ഓഫീസർമാരായിട്ട് നിശ്ചയിച്ചത് മുഴുവൻ പിൻവലിക്കണം. സുതാര്യവും സത്യസന്ധവും അതോടൊപ്പം തന്നെ നീതിപൂർവവും നിഷ്പക്ഷവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കേരളത്തിൽ പൊതുവെയും നേമത്ത് പ്രത്യേകിച്ചും നടക്കുമെന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷനുണ്ട്. അല്ലെങ്കിൽ ഇതൊരു തീക്കളിയാണ്. ഇലക്ഷൻ കമ്മീഷനിലെ ഉദ്യോഗസ്ഥന്മാർ ഇന്നല്ലെങ്കിൽ നാളെ ഇതിന് മറുപടി പറയേണ്ടി വരുമെന്ന് BJP ഓർമ്മിപ്പിക്കുകയാണ്.